UK മലയാളികളുടെ ഏറ്റവും വലിയ പ്രവാസി സംഘടനയായ യുക്മയുടെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് മിഡ്ലാൻഡ് റീജിയണൽ കലോത്സവം നടക്കുകയാണ് ഇവിടെ കൊവൻട്രിയിൽ വെച്ച്. അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് പ്രവാസി ലൈവ് പോകുന്നത്. ഏകദേശം 5ഓളം ഓഡിഷൻ സ്റ്റേജുകളുണ്ട്. അറ്റ് എ ടൈം ഇവിടെ നിരവധി മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഒരു മോർണിംഗ് 10 o'clock ടു നൈറ്റ് 7 PM വരെയാണ് പ്രോഗ്രാം ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 5ഓളം വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത്. സബ് ജൂനിയർ തലം മുതൽ മുതിർന്നവർക്ക് വരെ വേണ്ടിയുള്ള മത്സരങ്ങൾ ഉണ്ടായിരുന്നു. വിവിധ കലാപരിപാടികൾ, തിരുവാതിര, ഒപ്പന, മാർഗം കളി, സിനിമാറ്റിക് ഡാൻസ്, അങ്ങനെ വിവിധ കലാപരിപാടികളാൽ നിറഞ്ഞ വേദിയായിരുന്നു. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു പരിപാടികൾ. യുക്മ ദേശീയ കലാമേള നവംബർ മാസം 1-ാം തീയതി നടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് യുക്മയുടെ എല്ലാ റീജിയനുകളിലും കലാമേളകൾ നടക്കുകയാണ്. 1.5 പതിറ്റാണ്ടിന് മുകളിലായിട്ടാണ് യുക്മയുടെ കലാമേള നടക്കുന്നത്. അതിനെ ഒരു തടസ്സവും കൂടാതെ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് യുക്മയുടെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് മിഡ്ലാൻഡ്സ് ആണ് കലാമേളയിലും കായികമേളയിലും ചാമ്പ്യന്മാരായിട്ടുള്ളത്. ഈ പ്രാവശ്യം ഇന്നിവിടെ നടക്കുന്നത് യുക്മയുടെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് മിഡ്ലാൻഡ്സ് കലാമേളയാണ്. നമ്മൾ ഈ UK-യിലെ ഒത്തിരിയേറെ കലാകാരന്മാരായും കലാകാരികളെയും സമൂഹത്തിന് സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ നിങ്ങൾക്കറിയാം, യുക്മയുടെ പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്. നമുക്ക് ഏതാണ്ട് ഇപ്പം നമ്മൾ 160ഓളം അങ്ങേ അസോസിയേഷൻ ഉണ്ട് UK-യിൽ മൊത്തത്തിൽ. എനിക്ക് തോന്നുന്നത് പ്രവാസി ലോകത്തെ ഏറ്റവും വലിയ സംഘടന എന്ന് പറയുന്നത് യുക്മ തന്നെ ആയിരിക്കും. ഒരു വർഷം ഇത്രയേറെ കലാകാരന്മാരെ ഒരു വർഷം പുറത്ത് നമ്മൾ അവർക്കുള്ളൊരു അവസരം കൊടുത്ത് അവർക്കെല്ലാം സമ്മാനങ്ങൾ കൊടുത്ത് അവരെല്ലാം സമൂഹത്തിന് നമ്മൾ സംഭാവന ചെയ്യണം. അവരുടെ കഴിവുകൾ ഇവരെല്ലാം കഴിവുള്ള കുട്ടികളാണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഹലോ, എന്താണ് പേര്, എവിടെ നിന്നാണ് വരുന്നത്, എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കുന്നത്? പേര് പറയും. Benice, Lilybeth, Tessa, Amelia, Dia, Aisha, Sarah. എന്ത് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്? Dance. Bollywood. നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? പ്രൈസ് പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താണ് കുട്ടികളുടെ പ്രോഗ്രാം? എന്ത് ഡാൻസാണിത്? ഞങ്ങൾ നോട്ടിംഗ്ഹാമിൽ നിന്ന് NMCA ഭാഗമായിട്ട് NMCA എന്ന് വന്നേക്കുന്നതാണ്. ഇവിടെ യുക്മയിലെ ഗ്രൂപ്പ് ഡാൻസുമായിട്ട് ഞങ്ങൾ ചെറിയ പിള്ളേരായിട്ട് വന്നേക്കുവാണ്. ഞങ്ങളൊരു 3-4 മാസമായിട്ടുള്ള ഞങ്ങളുടെ ഒരു പ്രാക്ടീസാണ്. ഞങ്ങൾ പിള്ളേരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് ജൂനിയേഴ്സിൻ്റെ സബ് ജൂനിയേഴ്സിൻ്റെ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്. ഞങ്ങൾക്ക് ഇനി കുറച്ചുകൂടെ പ്രോഗ്രാംസ് ഉണ്ട്. ചെറിയ കുട്ടികളായതുകൊണ്ട് ഒരു പഠിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടിയോ അതോ? ഞങ്ങളുടെ കൊറിയോഗ്രാഫർ ഫിദയാണ്. ഫിദേനെ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. D4 ഡാൻസിലെ വിന്നറാണ് ഫിദ. കഴിഞ്ഞ 1 വർഷമായിട്ട് ഞങ്ങളുടെ കൊറിയോഗ്രാഫി ചെയ്യുന്നത്, ഞങ്ങളുടെ എല്ലാ കൊറിയോഗ്രാഫിയും ചെയ്യുന്ന ഫിദയാണ്. ഫിദയുടെ ഒരു ഗ്രൂപ്പാണിത്. ഫിദ വേറെയും 1-2 കൊറിയോഗ്രാഫികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ. എൻ്റെ പേര് ജോയി. ഞാനിവിടെ കൗണ്ടിൽ തന്നെ താമസിക്കുന്ന ആളാണ്. ഇവിടെ ഒരു കലാമാമ്പാംഗം ഈ റീജിയണൽ തലത്തിലൂടെ നടക്കുന്നതുകൊണ്ട് കാണാനായിട്ട് വന്നതാണ്. രാവിലെ തൊട്ട് അറിയാം, 10 മണിക്ക് തുടങ്ങി ഇനി രാവിലെ 7 മണി വരെ നിരന്തരം 5 സ്റ്റേജിലായിട്ട് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോഴത്തെ ഉള്ള പുതിയ ജനറേഷൻ, എൻ്റെ കുട്ടികളൊക്കെ ഈ കാലഘട്ടം കഴിഞ്ഞ് ഒരു യൂണിവേഴ്സിറ്റിയിലുണ്ടായി. അപ്പോൾ പുതിയ കുട്ടികളുടെയൊക്കെ എങ്ങനെയാണ് പെർഫോമൻസ് എങ്ങനെയൊക്കെ ഒന്ന് കാണാം, രസിക്കാമെന്ന് ഓർത്തിട്ട് വന്നതാണിത് കാണാനായിട്ട്. അതുപോലെ എല്ലാവിധ ആശംസകളും അതിനായിട്ട്. ഓക്കെ, താങ്ക് യു. യുക്മ ഈസ്റ്റ് വെസ്റ്റ് മിഡ്ലാൻഡിൻ്റെ കലോത്സവം ഇവിടെ കൗണ്ടറിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് മിഡ്ലാൻഡിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ നമ്മുടെ മേനാച്ചേരി നിങ്ങളോട് സംസാരിക്കുന്നതാണ്. 2 വാക്ക്. നമസ്കാരം, ഞാൻ ലൂയിസ് മേനാച്ചേരി, യുക്മ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് മിഡ്ലാൻഡ്സ് റീജിയൻ്റെ സെക്രട്ടറിയാണ്. കഴിഞ്ഞ ഒരു 10-14 വർഷമായിട്ട് യുക്മ വളരെ ഗംഭീരമായിട്ട് ഓരോ പ്രോഗ്രാം നടത്തി വരുന്നു. ഇന്ന് അതിൻ്റെ ഒരു പ്രത്യേക ദിനമാണ്. നമ്മുടെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് മിഡ്ലാൻഡ്സ് റീജിയൻ്റെ കലാമേള നടക്കുന്ന ഒരു ദിനമാണിന്ന്. ഈ കലാമേളയിൽ ഏകദേശം 800ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. 20 അംഗ അസോസിയേഷൻസ് പങ്കെടുക്കുന്നുണ്ട്. പിന്നെ നാഷണൽ യുക്മയുടെ കലാമേളയിലേക്ക് ഇവിടുന്ന് വിജയികളായവരെ നമ്മൾ തിരഞ്ഞുവിടുന്നു. അങ്ങനെ വളരെ ഗംഭീരമായൊരു ഉത്സവമാക്കി ഇവിടെ മാറിയിരിക്കുകയാണ്. നമ്മുടെ ഈ ഇന്നത്തെ ഈവൻ്റ് വേളയിൽ വളരെ ഭംഗി തന്നെയാണ് വന്നത്. എൻ്റെ മോളും സംഘവും അടങ്ങുന്ന ഒരു ക്ലാസിക്കൽ ഡാൻസാണ് ഇവിടെ നമ്മൾ അവതരിപ്പിച്ചത്, പങ്കെടുത്തത്. എത്ര നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്, കലാമേളയ്ക്ക് വേണ്ടിയിട്ട്? ഇവരിപ്പോൾ ഏകദേശം ഒരു 1.5 മാസമായിട്ട് ഇതിൻ്റെ പ്രാക്ടീസിൽ തന്നെയാണ്. 1.5 മാസം മുമ്പ് ആദ്യമായിട്ട് ഡാൻസ് പഠിച്ചു. അതിനുശേഷം കുറേ പ്രാവശ്യം അവർ പല സമയങ്ങളിലായിട്ട് അവർ ക്ലാസ് കഴിഞ്ഞിട്ട്, അവരുടെ റെഗുലർ ക്ലാസ് കഴിഞ്ഞിട്ടും ഒക്കെ അവരുടെ വീടുകളിലൊക്കെ കൂടി അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു.
പിന്നെ അവസാനം ഒന്ന് രണ്ട് സ്റ്റേജിൽ ഇതിനു മുമ്പ് അവതരിപ്പിച്ചിട്ടുമുണ്ട്. ആ ഐറ്റം തന്നെയാണ് അവർ ഇവിടെ ജഡ്ജസിന് മുമ്പിൽ അവതരിപ്പിച്ചത്. ഹലോ ഫ്രണ്ട്സ്, ഇത് യുക്മയുടെ മുൻ മിഡ്ലാൻഡ്സിൻ്റെ പ്രസിഡൻ്റായിരുന്നു. യുക്മയെ വളരെ എന്താ പറയുക, എന്നും അന്നും ഇന്നും നടന്നുകൂടായിട്ടിരിക്കുന്നൊരു വ്യക്തിയാണ്. ഇന്ന് നമ്മുടെ കലാമേള ഏറ്റവും ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനപങ്കാളിത്തം കൊണ്ടും എല്ലാം കൊണ്ടും നല്ലൊരു പങ്കാളിത്തമാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഏകദേശം 450 എൻട്രിയോളം വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. Announcement for the visitors. The art gallery will be shortly closing for the lunch break. Thank you.